Next, we are discussing about variation treatment of helium atom. അപ്പോൾ ഹീലിയം ആറ്റത്തിൽ നമ്മൾ വേരിയേഷൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ കുറച്ച് കൺസിഡർ ചെയ്യേണ്ട പോയിൻറ്റ്സ് ഉണ്ട്. ഒന്ന്, നമുക്കറിയാം വേരിയേഷൻ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ട്രയൽ വേവ് ഫംഗ്ഷൻ ചൂസ് ചെയ്യും. അപ്പോൾ ഇവിടെയും നമ്മളൊരു ട്രയൽ വേവ് ഫംഗ്ഷൻ ചൂസ് ചെയ്യണം. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുമ്പോൾ 1 ഇലക്ട്രോൺ സിസ്റ്റം ആയിരുന്നു. ഇറ്റ് ഈസ് ഈസി. പക്ഷേ ഒരു 2 ഇലക്ട്രോൺ സിസ്റ്റം അല്ലെങ്കിൽ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ 2 ഇലക്ട്രോൺ ഉള്ളതാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഹീലിയം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ 2 ഇലക്ട്രോൺ സിസ്റ്റം വരുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് കുറയും. കാരണം 2 ഇലക്ട്രോൺ വരുമ്പോൾ സ്ക്രീനിങ് എഫക്റ്റ് വരുന്നുണ്ട്. അപ്പം ആ സ്ക്രീനിങ് എഫക്റ്റ് കാരണം സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ ന്യൂക്ലിയർ ചാർജ്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിനെ നമ്മൾ ആ ലോവർ ചെയ്യുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിനെ Z' ആയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് Z' നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യം. ഇനി ഇതിനു വേണ്ടി നമ്മളിവിടെ കഴിഞ്ഞ നമ്മൾ വേരിയേഷൻ തിയറം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഡോ ഇ ബാർ ബൈ ഡോ ആൽഫ ഈസ് ഈക്വൽ ടു ഡോ ഇ ബാർ ബൈ ഡോ ബീറ്റ ഈക്വൽ ടു 0. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സെറ്റ് ചെയ്യുന്നത് ഡോ ഇ ബാർ 1s2 ഉദ്ദേശിക്കുന്നത് 2 ഇലക്ട്രോൺ സിസ്റ്റം, എസ്സിൽ തന്നെ 2 ഇലക്ട്രോൺ ഉള്ള സിസ്റ്റമാണ് ഉദ്ദേശിക്കുന്നത്. 1s2, അതായത് എക്സ്പെക്ടേഷൻ എനർജി ഓഫ് ദാറ്റ് 2 ഇലക്ട്രോൺ സിസ്റ്റം ഡിവൈഡഡ് ബൈ ഡോ Z' ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇൻ്റഗ്രേഷൻ, അതായത് ഈ ബാറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഇൻ്റഗ്രൽ സൈ സ്റ്റാർ h ക്യാപ് സൈ ഡിറ്റോ ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ സൈ സ്റ്റാർ ഡിറ്റോ. അപ്പോൾ അതിൽ നമ്മൾ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷനാണെന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ എന്തായിപ്പോവും? ഇൻ്റഗ്രൽ സൈ സ്റ്റാർ ഡിറ്റോ ഈസ് ഈക്വൽ ടു 1 ആയിപ്പോവും. അതായത് സൈ സ്റ്റാർ ഡിറ്റോനെ സൈ സ്ക്വയർ ഡിറ്റോ എന്ന് എഴുതാം. അപ്പോൾ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആകുമ്പോൾ അത് ഈക്വൽ ടു 1 എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഡിനോമിനേറ്ററും 1 ആയിപ്പോവും. ന്യൂമറേറ്റർ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതാണ് ഇ ബാർ 1s² ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈ h ക്യാപ് സൈ ഡിറ്റോ എന്ന് പറയുന്നത്. അതിൽ സൈ തന്നെ രണ്ടും എടുത്തേനെ, ബിക്കോസ് സൈ സ്റ്റാർ ഈസ് കൺസിഡേർഡ് ആസ് റിയൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൈയും സൈ സ്റ്റാറിനെയും സെയിം ആയിട്ടാണ് എടുക്കുന്നത്. ഇനിയും നമ്മൾ ഇതിലോട്ട് പോകുമ്പോൾ അതിൻ്റെ സൈ എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ സിസ്റ്റത്തിലെ സൈ എന്ന് പറയുമ്പം 1 ഇലക്ട്രോൺ, ഓരോ ഇലക്ട്രോണിൻ്റെയും വേവ് ഫംഗ്ഷനാണ് നമ്മൾ എടുക്കുന്നത്, സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇലക്ട്രോണിൻ്റെ വേവ് ഫംഗ്ഷൻ 1s ഓഫ് 1 എന്നും സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ വേവ് ഫംഗ്ഷൻ 1s ഓഫ് 2 എന്ന് എടുക്കുന്നു. അപ്പോൾ ടോട്ടൽ വേവ് ഫംഗ്ഷൻ സൈ ഈസ് ഈക്വൽ ടു 1s ഓഫ് 1 ആൻഡ് 1s ഓഫ് 2 എന്ന് പറഞ്ഞു എഴുതാം. ഇനി നമ്മൾ ഇതിൽ അവിടെ Z³ എന്ന് എഴുതാൻ കാരണം നമ്മുടെ 1s എന്ന് പറയുന്നത് 1s ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് Z' ഡിവൈഡഡ് ബൈ പൈ e raised to minus z r. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിനെ നമ്മൾ 1s 2 ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ അതെന്താവും? റൂട്ട് പോവും. ഹോൾ സ്ക്വയർ ആണ്, അപ്പോൾ റൂട്ട് പോവും. അപ്പോൾ Z³ അത് Z' വെച്ചിട്ടാണെങ്കിൽ Z' വെച്ചിട്ട്, ഓക്കെ. അപ്പോൾ ഇത് Z വെച്ചിട്ടാണെങ്കിൽ Z³ ബൈ പൈ എന്ന് വരും. ഇ റേസ് ടു മൈനസ് ZR എന്നാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇലക്ട്രോൺ വരുമ്പോൾ ZR1 എന്നും സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ കേസിൽ ZR2 എന്നുമാണ് എടുക്കുന്നത്. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനിയും നമ്മളത് ആ സ്റ്റെപ്പ് ഇപ്പോൾ എഴുതിയില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്ത തേർഡ് ഇക്വേഷൻ. നമ്മളിനിയും h ക്യാപ്പ് എടുക്കുമ്പോൾ h ക്യാപ്പ് ഈസ് ഈക്വൽ ടു h ക്യാപ്പ് 1 0, അതായത് ഫസ്റ്റ് ഇലക്ട്രോണിൻ്റെ ഹാമിൽട്ടോണിയനും സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ ഹാമിൽട്ടോണിയനും, അതുപോലെ തന്നെ അതിൻ്റെ ഇൻട്രാക്ഷൻ ടേം, ആ ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ ഉണ്ട്, അപ്പോൾ ആ ഇലക്ട്രോൺസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ടേം നമ്മൾ കൺസിഡർ ചെയ്യണം h ക്യാപ്പിൽ. അപ്പോൾ h ക്യാപ്പ് ഈസ് ഈക്വൽ ടു
ഫസ്റ്റ് ഇലക്ട്രോണിൻ്റെ ഹാമിൽട്ടോണിയൻ H0 H ക്യാപ് 0 1 എന്നും സെക്കൻഡ് H2 ക്യാപ് 0 എന്നുള്ളതും പ്ലസ് 1/R12. അപ്പോൾ ഇതിൻ്റെ സമ്മേഷൻ ആയിരിക്കും നമ്മൾ ടോട്ടൽ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എക്സ്പെക്റ്റേഷൻ എനർജിയിൽ ഇത് പുട്ട് ചെയ്യുമ്പോൾ സൈ പുട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻ്റഗ്രൽ സൈ സ്റ്റാർ ഡിറ്റോ അല്ലേ. അപ്പോൾ സൈ H ക്യാപ്പ് സൈ ഡിറ്റോ. അപ്പോൾ അതിൽ സൈയുടെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ 1s ഓഫ് സൈ ഇവിടെ ഇതാണ്. സൈ എന്ന് പറയണത് 1s ഓഫ് 1 1s ഓഫ് 2 ആണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ കൊടുക്കുന്നു. H ക്യാപ്പ് എഴുതി H ക്യാപ്പ് 1 പ്ലസ് H ക്യാപ്പ് 2 പ്ലസ് 1/R12. പിന്നെ അടുത്ത സൈ 1s ഓഫ് 1 1s ഓഫ് 2 ഡിറ്റോ 1 ഡിറ്റോ 2 രണ്ട് ഉള്ളതുകൊണ്ട് ഡിറ്റോ 1ഉം ഫസ്റ്റ് ഇലക്ട്രോണിൻ്റെ ഡിറ്റോ 1ഉം സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ ഡിറ്റോ 2. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ H1നെ ഓരോ H1നും അതായത് ഓരോ ഹാമിൽട്ടോണിയനും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഈ സൈഡൊപ്പം H ക്യാപ് 10 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. പ്ലസ് അടുത്ത H ക്യാപ് 20 ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ 1/R12 ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു ഇൻ്റഗ്രൽസ്. അതിൽ H10 ആൻഡ് H ക്യാപ് 20 എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ഓഫ് He പ്ലസ് ആയിട്ട് എടുക്കാം. കാരണം 1 ഇലക്ട്രോൺ സിസ്റ്റമാണ് He പ്ലസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സെപ്പറേറ്റ് ചെയ്ത് ഓരോ ഇലക്ട്രോണിനെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന H ക്യാപ് 10നെ H ക്യാപ് 20നെ നമുക്ക് എന്തായിട്ട് എടുക്കാം? He പ്ലസ് ആയിട്ട് എടുക്കാം. അപ്പം അതുകൊണ്ട് അപ്പം നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേമിലെ H ക്യാപ്പ് 10നെയും H ക്യാപ് 20നെയും അതായത് എനർജി ഓഫ് 1 ഇലക്ട്രോൺ സിസ്റ്റം, അതാണ് E1s H ക്യാപ്പ് ഓഫ് 1. ഫസ്റ്റ് ഇലക്ട്രോൺ അങ്ങനെ എടുത്തു. E1s സെക്കൻഡ് ഇലക്ട്രോൺ He ക്യാപ്പായിട്ട് എടുത്തു, He പ്ലസ് ആയിട്ട് എടുത്തു. ഇനിയും ഇൻട്രാക്ഷൻ ടേമിനെ നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണ്. ഇൻട്രാക്ഷൻ ടേമിനെ J ആയിട്ട് എടുക്കുകയാണ്. ആ ഇൻട്രാക്ഷൻ ടേം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഇൻട്രാക്ഷൻ ടേം ഏതാണ്? ഇതാണ്. ഓക്കെ. അപ്പോൾ ഇൻട്രാക്ഷൻ ടേമിനെ നമ്മൾ J ആയിട്ട് എടുത്തു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വന്നു? E1s² മറ്റു ടേമൊക്കെ അങ്ങനെ തന്നെ വന്നു, പ്ലസ് J വന്നു. ഇനി നമ്മൾ അറിയാം 1 ഇലക്ട്രോൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇലക്ട്രോൺ ആയാലും സെക്കൻഡ് ഇലക്ട്രോൺ ആയാലും സെയിമാണ്. അപ്പോൾ നമുക്ക് E1s He പ്ലസും ഓഫ് 1ഉം E1s He പ്ലസ് 2ഉം ഇക്വലൻ്റ് ആയിട്ട് എടുക്കാം, വിച്ച് ഈസ് ഇക്വലൻ്റ് ടു E01s. അതായത് ഒരു ഇലക്ട്രോൺ സിസ്റ്റം എന്ന് പറയുന്നതിനെ എടുക്കാം. അത് E1s0 എന്നാണ് എടുക്കുന്നത്. അപ്പോൾ അത് രണ്ട് പുട്ട് ചെയ്യുന്നു, നമ്മൾ പ്ലസ് J കൊടുക്കുന്നു. അപ്പോൾ ഈ രണ്ട് ടേമും സെയിമാണ്. അപ്പോൾ ഇതിൽ നിന്ന് പ്ലസ് ചെയ്തിട്ട് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ടേമിനെ എനർജി ടേമിനെ പുറത്തെടുക്കുകയാണ്. 2E01s എന്ന് പറയും. 1s എന്ന് എഴുതാം. പിന്നെന്താ 1s ഓഫ് 1 1s ഓഫ് 2 1s ഓഫ് 1 1s ഓഫ് 2. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1s ഓഫ് 1 1s ഓഫ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതാണ് ഇത് ഡിറ്റോ 1 ഇൻറ്റു ഡിറ്റോ 2 പ്ലസ് J എന്ന് കിട്ടും. ഇനിയും അപ്പോൾ നമുക്ക് E01s എന്ന് പറയുന്നത് He പ്ലസ് ഇൻ 1s സ്റ്റേറ്റ് എന്ന് നമുക്ക് എഴുതാം. ഇനിയും വരുന്നത് നമ്മുടെ ഈ ഇക്വേഷൻ, അതായത് നമ്മുടെ 1s ഓഫ് 1 1s ഓഫ് 1 1s ഓഫ് 2 ദ ഹോൾ സ്ക്വയർ, ദറ്റ്സ് എ വേവ് ഫംഗ്ഷൻ. ഓക്കെ. ആ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആണ്. അതായത് 1s ഓഫ് 1 1s ഓഫ് 2 ദ ഹോൾ സ്ക്വയർ, സൈ സ്ക്വയർ പോലെ ദ ഹോൾ സ്ക്വയർ ഡിറ്റോ 1 ഡിറ്റോ 2 ഈസ് ഈക്വൽ ടു 1 സിൻസ് ദ വേവ് ഫംഗ്ഷൻ ഈസ് നോർമലൈസ്ഡ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? E1s² ഈക്വൽ ടു 2E01s പ്ലസ് J എന്ന് എഴുതാം. ഓക്കെ. ഇനിയും നമുക്ക് E01s എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 1s H ക്യാപ് 0 1s ഡിറ്റോ. അതായത് ഫസ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ E01s എഴുതിയ പോലെ തന്നെ സൈ H ക്യാപ് സൈ സ്റ്റാർ അതാണ്. അപ്പോൾ അതിന് പകരം ഇവിടെ നമ്മൾ സൈക്ക് പകരം 1s ഒരു ഇലക്ട്രോണുള്ള സിസ്റ്റം അല്ലേ.
അപ്പോൾ 1s ആണ് ആ സൈ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ 1s h cap 0 1s dτ എന്ന് എടുത്തു. ഇനി h cap 0 എന്ന് പറയുന്നത് ഇവിടെ -12del1² - z/r1 ആണ് h ക്യാപ്പിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? ഇൻ്റഗ്രൽ 1s h ക്യാപ്പിന് വരും -1/2 del1² - 2/r 1s dτ എന്ന് കിട്ടും. ഇനിയും നമുക്ക് ഈ ടേം ഈ 2/r എന്ന് പറയുന്ന ടേമിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് -2/r എന്ന് പറയുന്ന ടേമിനെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. അതായത് ഈ ടേമിൽ z എന്ന് പറയുന്നതില്ല, നമുക്ക് ഇനിയും z' ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ z' ഈ ടേമിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ -2/rനെ -z'/r -2 z'/r എന്ന് എഴുതാം. കാരണം താഴെ ഡിനോമിനേറ്റർ സെയിമാണ്. അപ്പോൾ നമ്മൾ r ഇട്ട് കഴിഞ്ഞാൽ മുകളിൽ -z' -2 -z' എന്ന് പറയുമ്പോൾ -z' -z' ആണ്. അപ്പോൾ പ്ലസ് ആയി പോകും. അപ്പോൾ -z' +z' ക്യാൻസലാവും. അപ്പോൾ നമുക്ക് -2/r എന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് z' ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി -2/rനെ ഇങ്ങനെ എഴുതാം. അപ്പോൾ അത് നമ്മളിവിടെ പുട്ട് ചെയ്യും. ആ പുട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും. ഓക്കെ, 1s -12 del² - z'/r -2 z'/r ഇൻറ്റു 1s dτ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 1s dτനെ നമ്മൾ ഈ ടേമിലോട്ട് ഈ z' ഉള്ള ഈ ടേമിലോട്ടും ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യും, അതുപോലെ ഈ ടേമിലോട്ടും ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് എഴുതിയേക്കുന്നത്. 1s -12 del² - z'/r ഇൻറ്റു 1s dτ മൈനസ് ഇവിടെ ഉണ്ടല്ലോ, -of ഇൻ്റഗ്രൽ 1s ഇതിനും ബാധകമാണ്. അപ്പോൾ 1s 2 - z'/r 1s dτ. ഇനി എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ -1/2 del² - z'/r എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -z²/2 ആണ്. ഇതാണ്. ഓക്കെ, അത് നമുക്ക് ടേബിൾ ഓഫ് ഇൻ്റഗ്രൽസിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്നത് -z'² എന്നാണ്. അപ്പോൾ അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇൻ്റഗ്രൽ 1s² dτ ആണ്. മൈനസ് ഇവിടെ വരുമ്പോൾ 2 z'/rനെ r എടുക്കുന്നില്ല, കാരണം ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള. അപ്പോൾ 2 z' പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 1s 1/r 1s dτ എന്ന് കിട്ടും. ഇനി നമ്മൾക്കറിയാവുന്ന ഇൻ്റഗ്രൽ 1s² dτ എന്ന് പറയുന്നത് 1 ആണ്. അതും ഒരു വേവ് ഫംഗ്ഷനാണ്, നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന് ഇൻ്റഗ്രൽ 1s² dτനെ 1 ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ? ഈ ടേം 1 ആയിപ്പോവും. അപ്പോൾ -z'²/2 -2 z' ഇൻ്റഗ്രൽ 1s 1/r 1s dτ എന്ന് കിട്ടും. ഇനിയും നമ്മൾ 1sൻ്റെ വാല്യൂ നേരത്തെ പറഞ്ഞിരുന്നു, 1sൻ്റെ ഇക്വേഷൻ എന്താണെന്ന്. അതുപോലെ dτയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ഈ 0 1s കിട്ടുന്നത് നമുക്ക് എന്തായിട്ടാണ്? -z'²/2 -2 z' ഇൻറ്റു z' എന്നാണ്. അപ്പോൾ ഇതായത് നമുക്ക് ഈ ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? ഇതങ്ങനെ തന്നെയാണ് -2. അപ്പോൾ അതായത് ഈ വാല്യൂ ഇൻ്റഗ്രൽ 1s ഇൻറ്റു 1/r 1s dτ z' ആയി. അത് മാത്രമല്ല ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നു ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പം നിങ്ങൾക്ക് ഒന്നുപോലെ ഈ ഫൈനൽ ഇത്രയും എഴുതണ്ട, ഫൈനൽ ഈ ഇക്വേഷൻ ഇത് പുട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ ഈ 0 1s എന്ന് പറയുന്നത് ഇത് കിട്ടുന്നു എന്ന് പറഞ്ഞ് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ അല്ല ഇവിടെ വരെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർക്കാനായിട്ട് ഈ ഇൻ്റഗ്രൽ ഇത് ഇച്ചിരി ലെങ്തി ഡെറിവേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് അതിനെ സ്കിപ്പ് ചെയ്ത് എന്തായാലും ടേബിൾ ഓഫ് ഇൻ്റഗ്രൽസിൽ നിന്നാണ് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ടേബിൾ ഓഫ് ഇൻ്റഗ്രൽസിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് അത് ഫൈനൽ സൊല്യൂഷൻ മാത്രം പഠിച്ചാലും മതി.
ഓക്കെ, ഇനി നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ കിട്ടിയത് എന്താണ്? -z²/2 -2 z' ഇൻറ്റു z' എന്നാണ് കിട്ടിയത്. ഇനി 15th ഇക്വേഷൻ E01s നമ്മൾ 10th ഇക്വേഷനിലേക്ക് പുട്ട് ചെയ്യാണ്. അതായത് E⁻1s² = 2E01s + j എന്ന് കിട്ടിയില്ലേ, അതിലേക്ക് പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് z' -27/8 z' എന്ന് കിട്ടും. അതിൽ ജെ നമ്മൾ പറഞ്ഞു ഇൻട്രാക്ഷനാണ് അല്ലേ, കൂളോംബിക് റിപ്പൾഷനാണ് അവിടെ അക്കൗണ്ട് ചെയ്യുന്നത്. ആൻഡ് പിന്നെ നമ്മളിവിടെ ജെ വാല്യൂ നേരത്തെ കണ്ടുപിടിച്ചേക്കുന്നതാണ്. അതല്ലെങ്കിൽ വേറെ സെക്ഷനിലാണ് ഡെറിവേഷൻ വരുന്നത്, അല്ലെങ്കിൽ അതിന് ഇൻവോൾവ് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ജെ വാല്യൂ കൂടി ഇവിടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ജെ വാല്യൂ 5/8 z' ആണെന്നുള്ളത് നമ്മളിവിടെ പുട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുട്ട് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് ഫൈനൽ നമുക്ക് ഈ ഇക്വേഷനിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി ഓർക്കണം. പിന്നെ നമ്മൾ ആ സെറ്റ് ചെയ്ത കണ്ടീഷൻ കൊണ്ടുവരാണ്. അല്ലെങ്കിൽ d1s²/dz' = 0. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ E⁻1s² ഇക്വേഷൻ കിട്ടി. എന്താണ്? ഈ z² -27/8 ആണ്, അതിവിടെ കൊടുത്തു. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ z⁻² നമുക്ക് 2z' എന്ന് കിട്ടും. ഓക്കെ, z⁻ അല്ല, z' 2z' -27/8 × 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് equating to 0. അപ്പോൾ 0നോട് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ 2z' = 27/8 എന്ന് കിട്ടും. അതിന് z' = 27/8, ഈ 2നെ താഴോട്ട് വരും, പിന്നെ 2, ദാറ്റ് ഈസ് = 27/16 ആൻഡ് ദാറ്റ് വാല്യൂ ഈസ് = 1.68. ഇനിയും നമ്മൾ ഈ z' നമ്മൾ എന്ത് ചെയ്യുന്നു? 16th ഇക്വേഷനിൽ പുട്ട് ചെയ്യാണ്. അതായത് നമ്മൾ ഫൈനലായിട്ട് കണ്ടുപിടിച്ച ആ ഇക്വേഷനിൽ E⁻1s² പുട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടാം? 27/16² -27/8 × z' വാല്യൂ 27/16 or 1.68 കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -2.84 അറ്റോമിക് യൂണിറ്റാണ്. അതിന് ഇലക്ട്രോൺ വോൾട്ടിലോട്ട് ആക്കുമ്പോൾ -77.48 എന്നാണ് ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഇപ്പോൾ കിട്ടിയ ആ ടോട്ടൽ എനർജി E⁻1s² എന്ന് പറയുന്നത് റെഡ്യൂസ് ടു <2%. അതായത് നമ്മളിപ്പോൾ എടുത്ത ആ ട്രയൽ വേവ് ഫങ്ഷൻ വെച്ച് കിട്ടുന്നത് എറർ എന്ന് പറയുന്നത് നമുക്ക് 2% വരെ കുറയ്ക്കാൻ പറ്റി. അതുപോലെ തന്നെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്തപ്പോൾ അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 23.6 ഇലക്ട്രോൺ വോൾട്ടാണ് ഇത് വെച്ച് ചെയ്തപ്പോൾ. അതും നമ്മുടെ ആക്ച്വൽ അയണൈസേഷൻ പൊട്ടൻഷ്യലും തമ്മിലുള്ള കറക്ഷൻ അല്ലെങ്കിൽ എറർ എന്ന് പറയുന്നത് 6% ഉള്ളൂ. അതുപോലെ തന്നെ ദ വാല്യൂ ഓഫ് z' എന്ന് പറയുന്നത് 27/16 ആണ്. ആൻഡ് അപ്പോൾ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ ഫീൽസ് ഡ്യൂ ടു പാർഷ്യൽ സ്ക്രീനിങ് ഓഫ് അതർ ഇലക്ട്രോൺ. അതായത് സ്ക്രീനിങ് കൊണ്ട് ഉണ്ടാവുന്ന ഇഫക്റ്റാണ് z' എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അത് നമ്മൾ 2ൽ നിന്ന് ഡിഫറൻസ് എടുക്കുകയാണ്. 2 - 27/16 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5/16 കിട്ടും. ആൻഡ് ആ വാല്യൂവിനെയാണ് നമ്മൾ സ്ക്രീനിങ് എഫക്റ്റായിട്ട് എടുക്കുന്നത്. അതായത് ഡിഫറൻസ് എന്ന് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജാണ് z' എങ്കിൽ അതിൻ്റെ സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറയുന്നത് 2നോട് മൈനസ് ചെയ്യുമ്പോഴാണ്. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് 2ൽ നിന്ന്, അതായത് സെഡിൽ നിന്ന് മൈനസ് ചെയ്തപ്പോൾ കിട്ടിയതാണ് നമുക്ക് 5/16. അതുപോലെ 1s ഓർബിറ്റൽ ഓഫ് He ആറ്റം ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 1s നമ്മൾ എഴുതിയായിരുന്നു ഇക്വേഷൻ എന്താ? √z³/π e⁻⁻⁻r. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ അതായത് ഇത്രേ ഉള്ളൂ. നമുക്ക് 2% എററിൽ തന്നെ നമുക്ക് നമ്മുടെ എനർജി വാല്യൂ കിട്ടി. അപ്പം വിച്ച് ഈസ് ഇൻ വേരിയേഷൻ ട്രീറ്റ്മെൻറ്റ് വെച്ച് നമുക്ക് ഹീലിയം ആറ്റത്തിൻ്റെ
എനർജി കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ.